നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വിചാരിക്കാത്ത ചില തടസ്സങ്ങൾ ഉണ്ടാകാറില്ലേ? നല്ല സന്തോഷത്തോടെ പോയിരുന്ന കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വഴക്കുകൾ, കുട്ടികൾക്ക് കാരണമില്ലാതെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഐശ്വര്യം പെട്ടെന്ന് കുറയുന്ന പോലെ തോന്നുക, ഇതിനെയൊക്കെ സാധാരണയായി നമ്മൾ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ എന്നാണ് വിളിക്കാറുള്ളത്. പലരും ഇതൊരു വെറും വിശ്വാസമായി കാണാറുണ്ട് എങ്കിലും കാലങ്ങളായി നമ്മുടെ മുതിർന്നവർ ഇതിനെ പ്രതിരോധിക്കാൻ ചില മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഈ ദൃഷ്ടിദോഷം? ഇത് നമ്മുടെ കുടുംബത്തെയും വീടിനെയും എങ്ങനെയൊക്കെ ബാധിക്കും? ഇത് മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യത്തെ പ്രധാന ലക്ഷണം, വീടിന് കണ്ണേറ് ബാധിച്ചാൽ ഉണ്ടാവുന്ന ആദ്യത്തെ പ്രധാന ലക്ഷണം തുടർച്ചയായി ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ പരിശോധനകളിൽ കുഴപ്പമൊന്നും കാണിക്കാതെ തന്നെ വിട്ടുമാറാത്ത തലവേദന, ക്ഷീണം, അലസത എന്നിവ വീട്ടിലുള്ളവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ദൃഷ്ടിദോഷത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത്. കുട്ടികൾ കാരണമില്ലാതെ കരയുന്നതും ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയുന്നതും ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഇതൊന്നുമല്ല എങ്കിൽ വീട്ടിൽ ആവശ്യമില്ലാതെ കലഹങ്ങൾ ഉണ്ടാകുക രണ്ടാമത്തെ ലക്ഷണമാണ് കേട്ടോ. വളരെ വല്ലാത്തൊരു സമാധാനക്കേട് ഉണ്ടാവുക. ദമ്പതികൾക്കിടയിലോ കുടുംബാംഗങ്ങൾക്കിടയിലോ ഒക്കെ വലിയ വഴക്കുകൾ ഉണ്ടാകുക, സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയാതെ വരിക എന്നിവ ദൃഷ്ടിദോഷം ബാധിച്ച വീട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഒത്തിരി സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഇരുന്ന അമ്മയും മകനും തമ്മിൽ വഴക്കിടുക, അല്ലെങ്കിൽ അകാരണമായിട്ട് അക്രമ സ്വഭാവത്തിലേക്ക് മക്കൾ വരിക, അതുപോലെ അച്ഛനും മക്കളും തമ്മിൽ വഴക്കുണ്ടാവുക, ഇതൊക്കെ ദൃഷ്ടിദോഷത്തിൻ്റെ ഫലമായിട്ട് കാണപ്പെടുന്നവയാണ്. വീട്ടിലേക്ക് പുറത്തു പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെടുകയോ മനസ്സിന് അസ്വസ്ഥതയൊക്കെ തോന്നുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ദൃഷ്ടി നമ്മുടെ വീടിനെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവർ തമ്മിൽ പരസ്പരം ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആർക്കും പരസ്പര സ്നേഹം ഉണ്ടാവാതിരിക്കുക, ഭയങ്കരമായിട്ട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് തോന്നുക, ഇതൊക്കെ ദൃഷ്ടിദോഷത്തിൻ്റെ കാരണം തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് വീടിനുള്ളിലെ ഐശ്വര്യം കുറയുന്ന ലക്ഷണങ്ങളാണ്. ഉദാഹരണത്തിന് വീടിനുള്ളിലെ ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവുക, വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് അസുഖം വരിക, അല്ലെങ്കിൽ വീട്ടിലെ ഉപകരണങ്ങൾ അടിക്കടി കേടാകുക, സാമ്പത്തികമായിട്ട് വല്ലാതെ തടസ്സങ്ങൾ വരിക, പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയും ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ദൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നല്ലത് വിചാരിച്ച് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാൽ പോലും അതൊരു ദൃഷ്ടിയിൽ നമുക്ക് ഏൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ലളിതമായ മാർഗങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് കല്ലുപ്പ്. കല്ലുപ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് തറ തുടയ്ക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി കളയാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല, അത് ശാസ്ത്രം തെളിയിച്ച ഒരു സത്യം കൂടിയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കൂ, അത് നിങ്ങൾക്കറിയാൻ പറ്റും. കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന ലളിതമായ പരിഹാരങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. കുന്തിരിക്കം പുകയ്ക്കുകയാണ് രണ്ടാമത്. വീടിൻ്റെ മുൻഭാഗത്ത് ദൃഷ്ടി മാറ്റാനുള്ള ചിഹ്നങ്ങൾ വയ്ക്കുന്നതും നല്ലതാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക.
ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ദൃഷ്ടി ബാധിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ അത് നമുക്കൊന്ന് നോക്കാം. അത് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. നമുക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, നമ്മൾ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതൊന്നും വിജയിക്കാതെ വരിക. കാരണം ഇത്രയും കാലം നന്നായിട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു പ്രവൃത്തി, അതെന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, നമ്മുടെ ജോലി സംബന്ധമായിട്ടോ വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ എന്തും ആയിക്കോട്ടെ, ആ ഒരു പ്രവൃത്തിയിൽ വളരെയധികം മന്ദത സംഭവിക്കുക. എന്ത് കാര്യം ചെയ്താലും ആ കാര്യത്തിനൊക്കെ വിഘ്നം വരിക. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അത് നെഗറ്റീവിലേക്ക് മാത്രം പോവുക. ഇതൊക്കെ ദൃഷ്ടി കൊണ്ട് വരുന്ന വളരെയധികം ദോഷത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അകാരണമായിട്ടുള്ള ക്ഷീണം, തലകറക്കം, തളർച്ച, നമുക്ക് ഒന്നിനും ഒരു മാനസികമായിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരിക, ഇതൊക്കെ ദൃഷ്ടി കൊണ്ടുണ്ടാവുന്ന ചില വൃത്തികെട്ട ദോഷങ്ങളാണ്. ഇതിന് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ കാരണന്മാർ ചെയ്തു പോന്ന കുറച്ച് ലളിതമായ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഉപ്പും മുളകും കൂടി തലയ്ക്കൊഴിഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും 3 തവണ വീതം ഒഴിഞ്ഞ് എരിയുന്ന കനലിലിട്ട് പുകയ്ക്കുക എന്നത്. ഈ എരിയുന്ന കനലിൽ എത്രത്തോളം പുക വരുന്നുണ്ടോ അത്രത്തോളം ദൃഷ്ടി മാറിപ്പോകുമെന്നാണ് പറയുന്നത്. ആ മുളകിൻ്റെ ഗന്ധം വരുന്നുണ്ട് എങ്കിൽ, ആ ഇടുന്ന മുളകിൻ്റെ ഗന്ധം വരുന്നുണ്ട് എങ്കിൽ ദൃഷ്ടിയില്ല എന്നും, എന്നാൽ ആ മുളകിന് ഗന്ധം വരുന്നില്ല എങ്കിൽ ദൃഷ്ടിദോഷം വളരെയധികം ഉണ്ട് എന്നും വേണം നമുക്ക് കണക്കാക്കാൻ. ഇതോടൊപ്പം അതികഠിനമായ ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഉപ്പിൻ്റെയും മുളകിൻ്റെയും കൂടെ ഒരു 4 കടുക്, അതോടൊപ്പം നമ്മുടെ തന്നെ ഒരു മുടിയിഴ, ഇതും കൂടി ചേർത്ത് ഇങ്ങനെ തലക്കൊഴിഞ്ഞ് അടുപ്പിലിടുക. ദൃഷ്ടി പമ്പ കടക്കും. അത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ദൃഷ്ടി മാറാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഓം അല്ലെങ്കിൽ കുരിശ്, ബ്ലൂ ബേർഡ് അങ്ങനെയൊക്കെ വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ദൃഷ്ടി ഉണ്ടാവില്ല എന്ന് വേണം കരുതപ്പെടാൻ. അപ്പോൾ ദൃഷ്ടിദോഷത്തെ പറ്റിയും അത് മാറ്റാനുള്ള ചില ലളിതമായ വഴികളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളുടെ ഭാഗമാണ് എങ്കിലും പോസിറ്റീവായി ചിന്തിക്കുന്നതും നമ്മുടെ ചുറ്റും നല്ല ഒരു ഊർജം നിലനിർത്തുന്നതും എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ വീടുകളിൽ ദൃഷ്ടി മാറ്റാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക രീതികൾ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. എനിക്കത് വായിക്കാൻ വലിയ താല്പര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.